നമസ്കാരം. ഏവർക്കും എല്ലാ ഞായറാഴ്ചയും ഉച്ചതിരിഞ്ഞുള്ള മാർക്കറ്റ് ഔട്ട്ലുക്ക് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 10, 2025 ഞായർ. അങ്ങനെ നമ്മൾ ഈ മാസത്തെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ഷൻസ്, US-ഇന്ത്യ ട്രേഡ് താരിഫിന്റെ ഡെവലപ്മെന്റ്സുകൾ തുടങ്ങി പ്രധാനമായും 7 ഘടകങ്ങളായിരിക്കും ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഡയറക്ഷനെ തീരുമാനിക്കുക. അവ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഇനി വേഗത്തിൽ കഴിഞ്ഞ ആഴ്ചത്തെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നോക്കിയിട്ട് വരാം. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുന്ന തുടർച്ചയായ സെല്ലിംഗ് മൂലവും US-ഇന്ത്യ ട്രേഡ് താരിഫിന്റെ ആശങ്കകൾ മൂലവും തുടങ്ങി ഒട്ടനവധി കാരണങ്ങൾ കൊണ്ട് വെള്ളിയാഴ്ച നമ്മുടെ മാർക്കറ്റ് നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയാണ് ദൃശ്യമായത്. തൽഫലമായി 6 ആഴ്ച തുടർച്ചയായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നഷ്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുന്ന കാഴ്ചയും ദൃശ്യമായി. അത് മാത്രമല്ല 2020 ഏപ്രിലിന് ശേഷം ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം, അതായത് കോവിഡിന്റെ ആരംഭത്തിന് ശേഷം നിഫ്റ്റിയില് നഷ്ടത്തോടു കൂടിയിട്ടുള്ള ഏറ്റവും ദൈർഘ്യമേറിയ വീക്ക്ലി ലൂസിംഗ് ആണ് തൽഫലമായി നമ്മുടെ മാർക്കറ്റിൽ നിന്നും ദൃശ്യമായത്. വെള്ളിയാഴ്ചത്തെ നഷ്ടത്തോടു കൂടിയിട്ടുള്ള ക്ലോസിംഗിന് ശേഷം കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റിക്കും സെൻസെക്സിനും 1% നഷ്ടം വീക്ക്ലി ബേസിസിൽ നേരിടുന്നതായിട്ടും ദൃശ്യമായി. ഇനി ഈ ആഴ്ചത്തെ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനമായും 7 ഘടകങ്ങളാണ് നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ Q1 ഏർണിംഗ്സ് ആയിരിക്കും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്ന്. ഈ ആഴ്ചയിൽ അശോക് ലൈലാൻഡ്, ONGC, IOC, ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ്, BPCL തുടങ്ങിയ പ്രധാനപ്പെട്ട കമ്പനികൾ അവയുടെ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിലും Q1 ഏർണിംഗ്സിന്റെ ഫലമായിട്ട് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് നമ്മുടെ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യാം. നമ്മുടെ മാർക്കറ്റിൽ ഈ പ്രാവശ്യത്തെ Q1 ഏർണിംഗ്സിൽ മിക്സഡ് ആയ പെർഫോമൻസ് ആയിരുന്നു പല കമ്പനികളുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ Q1 ഏർണിംഗ്സ് പ്രസിദ്ധീകരിക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകളുടെ ഫലമായിരിക്കും പ്രധാനമായും ഈ ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കാൻ പോകുന്നതിൽ പ്രധാന ഘടകം. രണ്ടാമതായിട്ട് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്നത് ഡൊമസ്റ്റിക് ഡാറ്റാസ് തന്നെയാണ്. അതായത് CPI, WP ഇൻഫ്ലേഷൻ ഡാറ്റകൾ 12-ാം തീയതി ചൊവ്വാഴ്ച നമ്മുടെ മാർക്കറ്റ് അടച്ചതിന് ശേഷം വൈകുന്നേരം 5:30 പ്രസിദ്ധീകരിക്കും. കഴിഞ്ഞ മാസത്തെ ഡാറ്റ പോസിറ്റീവായിട്ടാണ് വരികയുണ്ടായത്. അത് നമ്മുടെ മാർക്കറ്റിൽ പോസിറ്റീവായിട്ടുണ്ടാക്കിയ പ്രതിഫലനവും കഴിഞ്ഞ മാസം നമ്മൾ സാക്ഷ്യം വഹിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യത്തെ CPIയും WP ഇൻഫ്ലേഷനൊക്കെ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ അനുസരിച്ചോ അതിനെ മറികടന്നുകൊണ്ടോ വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, അല്ല മറിച്ചാണ് വരുന്നതെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും ബാധിച്ചേക്കാം. മൂന്നാമതായിട്ട് ഇന്ത്യ US ട്രേഡ് ഡീലിന് മുകളിൽ ഉണ്ടാകാൻ പോകുന്ന ചർച്ചകൾ തന്നെയായിരിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ മാർക്കറ്റിനെ ഈ ആഴ്ചയിൽ സ്വാധീനിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മൾ കണ്ടു തന്നെ അറിയണം, ഇസ്രായേൽ പ്രസിഡന്റ് ഇന്ത്യയെ സന്ദർശിക്കുമെന്നും അതുകൂടാതെ അമേരിക്കൻ പ്രസിഡന്റും റഷ്യൻ പ്രസിഡന്റ് പുടിനൊക്കെ തമ്മിലുള്ള ഔദ്യോഗിക കൂടിക്കാഴ്ചകളുടെയൊക്കെ ഫലങ്ങൾ ഈ വരുന്ന ആഴ്ചയിൽ നമ്മൾ കണ്ടു തന്നെ അറിയണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നും ഇന്ത്യക്കെതിരെ ഇനിയൊരു നെഗോസിയേഷനുള്ള സാധ്യതകൾ ഇല്ല എന്ന് ഉള്ള പ്രസ്താവനകൾ വന്നെങ്കിൽ കൂടിയിട്ടും ഈ ആഴ്ചയിൽ ട്രേഡ് താരിഫുമായി ബന്ധപ്പെട്ടുള്ള പുതിയ ഡെവലപ്മെന്റ്സുകൾ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കും. ട്രേഡ് താരിഫിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ടും, ഇനി അതേസമയം പ്രത്യേകിച്ച് ഡെവലപ്മെന്റ്സുകളൊന്നും വന്നില്ലെങ്കിൽ കൂടിയിട്ടും മോശമായ എന്തെങ്കിലും പുതിയ സ്റ്റേറ്റ്മെന്റ്സോ ഡെവലപ്മെന്റ്സോ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ മാർക്കറ്റിനെ സാരമായി തന്നെ മോശമായി ബാധിക്കുവാനും കാരണമായേക്കാം. നാലാമതായിട്ട് ടെക്നിക്കൽ ഫാക്ടേഴ്സ് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കാൻ പോകുന്ന മറ്റൊരു ഘടകം. നിലവില് നിഫ്റ്റി അതിന്റെ ഷോർട്ടിംഗ് മൂവിംഗ് ആവറേജ് ആയ 10-day, 20-dayയുടെയും മിഡ് ഡേ മൂവിംഗ് ആവറേജ് ആയ 50-day EMAയുടെയും 100-day EMAയുടെ ഒക്കെ താഴെയായിട്ടാണ് വ്യാപാരം വെള്ളിയാഴ്ചത്തോടുകൂടി അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 24,200 എന്ന ലെവൽ ഡൗൺ സൈഡിലേക്ക് വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ ലെവലിലാണ് നിഫ്റ്റിയുടെ 200-day EMA നിലനിൽക്കുന്നത്. മാത്രമല്ല വെള്ളിയാഴ്ചത്തെ ഫോളോയോടുകൂടി നിഫ്റ്റി ജൂൺ മാസത്തെ ലോ ബ്രേക്ക് ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി 24,350 എന്ന ലെവൽ. എങ്കിലും നിഫ്റ്റിക്ക് ആ ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ സാധിക്കുകയുണ്ടായി. അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അനലിസ്റ്റുകളുടെയും എക്സ്പേർട്ടുകളുടെയൊക്കെ അഭിപ്രായ പ്രകാരം വരുന്ന ആഴ്ചയിൽ നിഫ്റ്റിക്ക് മുകളിലേക്ക് ഒരു പ്രയാണം സാധ്യമാവുകയാണെങ്കിൽ 24,600, 24,800, 25,200 എന്ന ലെവലുകളിൽ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം
അതിശക്തമായ റെസിസ്റ്റൻസുകൾ ഫേസ് ചെയ്തേക്കാം. അഞ്ചാമതായിട്ട് വിദേശ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ ആക്ടിവിറ്റി തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഈ വരുന്ന ആഴ്ചയിലെ ഗതി നിർണ്ണയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. തുടർച്ചയായി ക്യാഷ് മാർക്കറ്റിൽ 11 ട്രേഡിംഗ് സെക്ഷനിലെ സെല്ലിങ്ങിനു ശേഷം വെള്ളിയാഴ്ച വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ 1932 കോടി രൂപയ്ക്ക് നമ്മുടെ മാർക്കറ്റിൽ ബൈ ചെയ്യുന്ന കാഴ്ചയും ദൃശ്യമായി. എങ്കിലും വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കഴിഞ്ഞ തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം തുടങ്ങി 4 ദിവസങ്ങൾ കൊണ്ട് മാത്രം 10,500 കോടി രൂപയിലേറെ നമ്മുടെ ക്യാഷ് മാർക്കറ്റിൽ സെൽ നടത്തുകയുണ്ടായി. ഈ മാസം മാത്രം ഏകദേശം 6 ട്രേഡിംഗ് സെക്ഷൻ കൊണ്ട് 14,000 കോടി രൂപയ്ക്ക് മേൽ സെല്ലിംഗ് ക്യാഷ് മാർക്കറ്റിൽ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഭാഗത്തു നിന്നും വരികയുണ്ടായി. എങ്കിലും ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ 36,795 കോടി രൂപയ്ക്ക് ബൈ നടത്തുന്ന കാഴ്ചയും ദൃശ്യമാണ്. ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ഇപ്പോൾ നിലവിൽ തുടർച്ചയായി 23 ട്രേഡിംഗ് സെക്ഷനുകളിലും ക്യാഷ് മാർക്കറ്റിൽ ബൈ നടത്തുന്ന കാഴ്ചയാണ് അവരുടെ ഭാഗത്തു നിന്നും ദൃശ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ തുടർച്ചയായി അവരുടെ ഭാഗത്തു നിന്നും ബൈ തുടരുന്നുണ്ട്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളും കൂടി ബൈ നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം തന്നെയായിട്ട് മാറാം. ഇനി അഥവാ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ സെല്ലിംഗ് തുടർന്നാൽ എത്രയൊക്കെ എമൗണ്ടിന് ആഭ്യന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ബൈ നടത്തിയാലും ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുവാനോ മുന്നോട്ട് നയിക്കുവാനോ സാധ്യമാവുകയില്ല. മാത്രമല്ല നിലവിലെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ 2 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ക്യാഷ് മാർക്കറ്റിൽ ബയേഴ്സ് ആയിട്ട് മാറേണ്ടതും മാത്രമല്ല ഫ്യൂച്ചർ മാർക്കറ്റിലെ ഷോർട്ട് പൊസിഷൻ കുറച്ചുകൊണ്ട് വരികയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് ബാധിക്കും. മറിച്ചാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിനെ നെഗറ്റീവായിട്ടും ബാധിക്കും. ആറാമതായിട്ട് ക്രൂഡ് ഓയിലിന്റെ വില തന്നെയാണ് വരുന്ന ആഴ്ചയിൽ നമ്മുടെ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം. റൈസിംഗ് ഇൻവെന്ററീസിന്റെ ഭാഗമായി നിലവിലെ ക്രൂഡ് ഓയിലിന്റെ വിലയില് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ ക്രൂഡ് ഓയിലിന്റെ പ്രൈസിൽ ഇടിവ് നേരിടുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റിനെയും നമ്മുടെ മാർക്കറ്റിനെയൊക്കെ ഇൻഫ്ലേഷനുള്ള സാധ്യതകൾ കുറയ്ക്കുന്നത് കൊണ്ട് പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനി മറിച്ച് ക്രൂഡ് ഓയിലിന്റെ വിലയിൽ ഉയർച്ച രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് ഗ്ലോബൽ മാർക്കറ്റുകളെയും നമ്മുടെ മാർക്കറ്റിനെയൊക്കെ ഇൻഫ്ലേഷനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ നെഗറ്റീവായിട്ടും ബാധിക്കും. ഏഴാമതായിട്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം തന്നെയായിരിക്കും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ നിർണ്ണയിക്കുന്ന ഫൈനൽ ഘടകം. കാരണം ഇന്ത്യൻ രൂപ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിലേക്ക് വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ആകർഷിക്കുന്ന ഒരു ഘടകമാണ്. ഇനി അഥവാ അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവ് രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് നമ്മുടെ മാർക്കറ്റിൽ നിന്നും വിറ്റഴിക്കാൻ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ പ്രേരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്ന് തന്നെ ആയതുകൊണ്ട് തന്നെ വരുന്ന ആഴ്ചയിൽ ഇന്ത്യൻ രൂപയുടെ ഭാഗത്തു നിന്നുള്ള പ്രകടനവും നമ്മുടെ മാർക്കറ്റിന്റെ ഗതിയെ പ്രധാനമായും ബാധിക്കുന്ന ഫൈനലായ ഘടകം തന്നെയാണ്. ഇനി നമുക്ക് പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഹിറ്റാച്ചി എനർജി ഇന്ത്യ കമ്പനിക്കെതിരെ 19.66 കോടി രൂപയുടെ CGST ഡിമാൻഡ് നോട്ടീസ് ലഭിച്ചതായിട്ടുള്ള വാർത്തകൾ. റെയ്മണ്ട് ലൈഫ് സ്റ്റൈൽ മോട്ടിലാൽ ഒസ്വാൾ സ്റ്റോക്കിന് ബൈ റേറ്റിംഗ് നൽകുകയുണ്ടായി. AU സ്മോൾ ഫൈനാൻസ് ബാങ്ക് RBIയുടെ ഭാഗത്തു നിന്നും യൂണിവേഴ്സൽ ലൈസൻസ് ബാങ്കിന് നൽകുന്നതിന്റെ ഭാഗമായിട്ട് പ്രൊമോട്ടേഴ്സിനോട് സ്റ്റേക്ക് വർദ്ധിപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. സെന്റം ഇലക്ട്രോണിക്സ് 153 കോടി രൂപ മൂല്യം വരുന്ന സ്റ്റേക്കുകൾ അഥവാ 4.5% പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്തതായിട്ടുള്ള വാർത്തകൾ. JSW സിമന്റ് ഓഗസ്റ്റ് 7 തീയതി മുതൽ IPO ഓപ്പൺ ആണ്. നാളെ ഓഗസ്റ്റ് 11 IPO സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേ. ടാറ്റ മോട്ടേഴ്സ് Q1 നെറ്റ് പ്രോഫിറ്റിൽ 30.5% ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 3,924 കോടി രൂപ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. തത്സമയം മാർജിനിലും മൾട്ടി ക്വാർട്ടറിലോ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ICICI ബാങ്ക് പുതിയ സ്ട്രക്ചർ പ്രകാരം സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് urban ഏരിയയിൽ 50,000 രൂപയും റൂറൽ ഏരിയയിൽ 10,000 രൂപയായി ബാങ്ക് വർദ്ധിപ്പിച്ചു എന്നുള്ള വാർത്തകൾ. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടുമായിട്ട് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.